ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാർത്ഥികൾക്കും IAS സ്വാഗതം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി യുദ്ധക്കപ്പലായ INS വിക്രാന്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. അത്യാധുനിക ഓട്ടോമേഷൻ ഫീച്ചറുകൾ അടക്കമുള്ള കാരിയർ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നുമാണ് പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. INS വിക്രാന്ത് നിർമ്മാണത്തോടെ US, UK, റഷ്യ, ചൈന, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും ചേർന്നു. രാജ്യത്തെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളും 100-ലധികം MSMEകളും വിതരണം ചെയ്ത തദ്ദേശീയ ഉപകരണങ്ങളും യന്ത്രങ്ങളും ഉപയോഗിച്ചാണ് യുദ്ധക്കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. 20,000 കോടി രൂപ ചെലവിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലാണ് INS വിക്രാന്ത്. 262 മീറ്റർ നീളവും 62 മീറ്റർ വീതിയുമുള്ള യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്യുന്നതോടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാവിക ശക്തികളിലൊന്നായി ഇന്ത്യ മാറുമെന്നാണ് റിപ്പോർട്ടുകൾ. കൊളോണിയൽ മുദ്രകൾ പൂർണ്ണമായും ഒഴിവാക്കിയ നാവികസേനയുടെ പുതിയ പതാകയും പ്രധാനമന്ത്രി അനാവരണം ചെയ്തു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ INS വിക്രാന്തിലെ സൗകര്യങ്ങളും ഏവരെയും അതിശയിപ്പിക്കുന്നതാണ്. MiG-29K യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ 30 വിമാനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളാനാകും. അതിനു പുറമെ യുദ്ധക്കപ്പലിന് ഏകദേശം 1600 ജീവനക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇവർക്കെല്ലാം കഴിയുന്നതിന് വേണ്ടി മണിക്കൂറിൽ 3000 ചപ്പാത്തികൾ ഉണ്ടാക്കുന്നതിനുള്ള മെഷീനും വിക്രാന്തിലുണ്ട്. റഷ്യൻ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച INS വിക്രമാദിത്യയ്ക്ക് ശേഷം രാജ്യത്തെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലാണിത്. 18 നിലകളുള്ള കപ്പലിൻ്റെ വലിപ്പം ഒരു അറ്റം മുതൽ അവസാന അറ്റം വരെ 2 ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പമാണുള്ളത്. വിമാനവാഹിനി കപ്പലിൻ്റെ എയർക്രാഫ്റ്റ് ഹാങ്ങർ 2 ഒളിമ്പിക്സ് പൂളുകളോളം വലിപ്പമുള്ളതാണ്. ഇതിനെല്ലാം പുറമെ 16 കിടക്കകളുള്ള ആശുപത്രി, 250 ഇന്ധന ടാങ്കുകൾ, 2400 കമ്പാർട്ട്മെൻറ്റുകൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് യുദ്ധക്കപ്പൽ. 1 ദശാബ്ദത്തിലേറെ സമയമെടുത്താണ് INS വിക്രാന്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളത്തെ രാജ്യത്തെ പ്രധാന വാർത്തയുടെ വിശകലനവുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.